ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നെന്താ കറി വെക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോഴാണ് കുറച്ച് ചക്കക്കുരുള്ള കാര്യം ഓർമ്മ വന്നത്. മിനിയാന്ന് ചക്കപ്പുഴുക്ക് വെച്ചായിരുന്നേ. അപ്പോൾ അന്നേരം എടുത്ത് വെച്ച കുരുവാ. അപ്പോൾ ഇത് മുളീശം വെക്കാൻ വേണ്ടിയാണ് ഇനി ഞാൻ നോക്കുന്നത്. ഇതെങ്ങനെയാണ് മുളീശം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിൽ മുളീശം എന്ന് പറയും. ബാക്കി ഓരോ ജില്ലയിൽ എന്താ പേര് എന്നറിയില്ല. ഓരോ പേര് മാറ്റുണ്ടാവില്ലേ. ആദ്യം നമുക്ക് തൊലി കളഞ്ഞ് ഇതുപോലെ ആക്കി എടുക്കണം. ഇതൊന്നും ഞാൻ തൊലി കളഞ്ഞ് വെച്ചതാണ്, കണ്ടില്ലേ? ഇതെല്ലാം അതുപോലെ ഞാൻ തൊലി കളഞ്ഞിട്ട് വരെ. ചക്കക്കുരു തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി ഇടാം. എന്താ ഇതെല്ലാം കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കഴുകി ഒരു കുക്കറിലോട്ടിടാം. ഇത് ഞാൻ കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി കൊടുക്കാം. അടുപ്പത്ത് വെക്കുക. ഇനി ഒരു രണ്ട് വിസിലടിക്കുന്നത് വരെ ഇവിടെ വെക്കാം. ഇതിപ്പോൾ 2 വിസിലടിച്ചു. അതുകൊണ്ട് ഞാനിവിടെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം തുറക്കാണ്ട് ഇവിടെ വെക്കാം. അതൊന്ന് അതിന്ന് വേവട്ടെ. ഇനി ഗ്യാസ് കളഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കാം. കുറച്ച് കൂടി വെള്ളം വറ്റാൻ ബാക്കിയുണ്ട്. കുറച്ച് വെള്ളം വറ്റിക്കാം. ഇത് കുറച്ച് നേരം വെള്ളം വറ്റുന്നത് വരെ അടുപ്പത്ത് വെക്കാം. നന്നായി വെന്തിട്ടില്ല. കുറച്ച് നേരം ഇത് വെള്ളം വറ്റുമ്പോഴേക്ക് ശരിക്കും പോകും. അതിനായി ഞാൻ ഇതിലേക്ക് ലേശം തേങ്ങ ചരി വെച്ചിട്ടുണ്ട്. തേങ്ങയും ഇനി അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും കൂടി ഇടണം. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല മെഴുക് രൂപത്തിൽ അരക്കണം. കഷ്ണങ്ങൾ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിങ്ങനെ കുത്തി ഉടക്കൊന്നും വേണ്ട. കഷ്ണം വേണ്ടാത്തവർക്കാണെങ്കിൽ ഇത് ഉടക്കാം. ഞങ്ങൾക്കിവിടെ അധികം ഉടക്കണ്ട. അതുകൊണ്ട് ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ. പാകത്തിന് വെള്ളം ഒഴിച്ച്, അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതൊന്ന് നന്നായി തിളക്കണം. തിളച്ച് കുറച്ച് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇടല്ലേ, ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിന് കടുവും കരിവേപ്പിലയും എല്ലാം കൂടി ഒരു വറവ് കൊടുത്താൽ മതി. അപ്പോൾ കറി ഓക്കെ ആയി. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. ഇനിയിപ്പോൾ ചക്കയുടെ സീസണല്ലേ വരുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.